നമ്മളെ ചാക്കിട്ട് ഓനോട് പറയുന്നു എന്റെ പേര് പോസ്റ്റ് നടക്കുന്നത് ആരും പഠിക്കില്ല പിന്നോട് ഹായ്, നമ്മൾ വീണ്ടും ധർമ്മഗിരി വന്നു കേട്ടോ. ധർമ്മഗിരിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് താഴെ കണ്ടോ അല്ലെ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പോയില്ലേ അതിൻ്റെ ഭാഗങ്ങളാട്ടോ. അവർ പോയതിൻ്റെ ഭാഗങ്ങളാണ് താഴെ കാണുന്നത്. ഈ ഒരു പറമ്പ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മളെ അമലിൻ്റെ പറമ്പാണ്. അപ്പം ഈ ഒരു പറമ്പിൻ്റെ താഴെ തന്നെയാണ് ആ ഒരു പോയല്ലത്. പഴയ 2 ഫ്രണ്ട്സുകൾ വന്നപ്പോൾ ഓലെ കൂട്ടി അങ്ങനെ വെറുതെ ഒരു ഇതിനും വേണ്ടി വന്നതാണ്. ഞാൻ ജാസിം കബീറിൻ്റെ കൂടെ 8ാം ക്ലാസ് തൊട്ട് പഠിച്ചതാണ്. കോളേജിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഇനിയും ഒരുമിച്ച് മീറ്റ് ആവണത്. റിയാസ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് 8ാം ക്ലാസ് മുതൽ. ഇന്ന് കുറേ കാലത്തിന് ശേഷം ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പിന് കബീറിൻ്റെ കൂടെ വന്നതാണ്. അന്ന് ഇത്ര ഉണ്ടായിരുന്നു ആളെ, ഇപ്പം ഇങ്ങനെ അയക്കണേ. അപ്പോൾ അടിപൊളി ഒരു ലൊക്കേഷൻ കേട്ടോ. നമ്മളെ ഗൂഡല്ലൂർ ഭാഗത്ത് തന്നെ നമുക്കറിയാത്ത ഒരുപാട് ലൊക്കേഷനുകളുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടില്ല, അതിൻ്റെ താഴെ ആ കഴിഞ്ഞൊരു വീഡിയോയിലുണ്ടല്ലേ ആ ഒരു പോയിക്കണ്. ഇവിടെ നിന്നാ കണ്ടോ, ഈ ഒരു പറമ്പിൽ നിന്നാ കണ്ടോ വ്യൂ ആ നോക്കി. നമുക്ക് പറ്റുകയാണെങ്കിൽ അമലിൻ്റെ പറമ്പാണിത്. അമലിനോട് ചോദിച്ചിട്ട് ഒരു ദിവസം ടെൻ്റ് അടിച്ചാലേ പരിപാടിയൊക്കെ നോക്കണം. ആണോ ഇന്ന് ചാറാറ മുന്നിലേ അവിടെ നെല്ലിക്കല്ല കണ്ട് അവിടെ ബാക്കിയോടെ അമ്മല് വാടാ. നല്ല അടിപൊളി ഫ്രഷ് നെല്ലിക്ക. കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ ഓറഞ്ച് ആയിരുന്നു, നമുക്ക് നെല്ലിക്ക കിട്ടിട്ടോ. കാട്ടുനെല്ലിക്ക എവിടെ ആനൊക്കെ ഇന്നലെ വന്നിരുന്നു തോന്നുന്നുണ്ട്. നമ്മൾ ആ മേലിന് കണ്ടില്ലേ താഴെ ഒരു അടിപൊളി പോയ അതിക്ക് പോയിക്കൊണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മലഞ്ചേരിക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുക. അമലിൻ്റെ പറമ്പിൽ നിന്ന് തന്നെ നല്ല അടിപൊളി കുറേ നെല്ലിക്കൊക്കെ കിട്ടി ഞങ്ങൾക്ക്, കാട്ടുനെല്ലിക്കൊക്കെ. ഒരു കിടിലൻ സ്പോട്ട് കേട്ടോ. താഴെ പോയതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു അടിപൊളി മരം കൊണ്ടുണ്ടാക്കിയ അടിപൊളി പാലൊക്കെ ഉണ്ട്. നമ്മളേകദേശം ഈ മല ഇറങ്ങി നമ്മളെ തീരായല്ലേ പോയതിൻ്റെ അടുത്തെത്തിട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഇതാ പണിക്കാരെ തോന്നുന്നു ഈ തോട്ടത്തിലല്ലേ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. വെള്ളം കുറവാണല്ലോ അമലെ. സ്ഥലമുണ്ടോ താഴോട്ട് പോയാല്? ആ ഓക്കെ ഞാൻ ലീവാണ്, നാട്ടിലാണ്. ഞാൻ തിങ്കളാഴ്ച അത് കമ്പിയില്ല, അത് പോസ്റ്റ് ആയിരുന്നു. ഇവിടെ ഒരു അടിപൊളി പാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മഴക്കാലത്ത് മഴയത്ത് വെള്ളപ്പാച്ചിൽ വന്നപ്പോൾ പാലം ഓടി. ഈ സീസണിൽ ഇപ്രാവശ്യം പോയതാ? ഈ പ്രാവശ്യം പോയി. ആ, ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടോ? ഈ കഴിഞ്ഞ മഴക്ക് എന്താ ഇവിടെ ഉണ്ടായിരുന്നത് നല്ലൊരു അടിപൊളി പാലം.
തകർന്നു പോയതാട്ടോ. അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. വരുന്ന വഴിയൊക്കെ കണ്ടോ? അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് നല്ലൊരു ലൊക്കേഷൻ പോയിട്ട് നമ്മൾ ബീഫ് വാങ്ങിക്കണേ. ബീഫ് നമ്മൾ ട്രഡീഷണലായിട്ട് തന്നെ എന്താ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് മസാലയൊക്കെ തന്ന് അവൻ്റെ അമ്മ നമ്മൾ കല്ല് വെച്ച് ചുടാൻ പോവാണ്. വാ, അവിടെ വേണ്ട, കുറച്ചുകൂടെ മേലെ പോവാ. അവിടെ വേണ്ടത് അത് തീരല്ലടാ അല്ലേ? പൊളി ട്രിപ്പ്. ഇവിടെ ഇവിടെ ഒന്നുമല്ല. ഞങ്ങൾ സ്കൂളിൽ 10 കിടക്കാൻ വേണ്ടി പോകുന്നില്ല. പറ്റൂല. ഇതിലെ പോകുന്നത് അതില് അവിടെ പോകണ്ടേ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ അല്ല നമ്മളിങ്ങോട്ട് ഒന്നിനെ ഇമാതിരി സ്പോട്ടാ നോക്കി പോകണമൊക്കെ. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഈ ഒരു പുഴയിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൊല്ലമായി ഇതൊക്കെ. ഒരു ഭാഗത്ത് ഇവിടെ പാലുണ്ടായിരുന്നു അല്ലേ? ഇവിടെയും പാലുണ്ടായിരുന്നു. അതെന്താ? ചെക്ക് ഡാം ഉണ്ടല്ലേ? ഇതിന്റെ മേലെ ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ആ ചെക്ക് ഡാമിൻ്റെ മേലെ കേട്ടോ. ചെറിയൊരു ചെക്ക് ഡാം. തുടങ്ങിയോ? എവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുക? ഓ, അവിടെ അടിപൊളി വാട്ടർഫാൾസ് ഉണ്ടല്ലോ. അവിടെ പോകാൻ പറ്റുമല്ലോ. അവിടെ പോയാലോ? അവിടെ പോവാം. ഒരു കിഡിലെ വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. ഇമ്മാതിരി വാട്ടർഫാൾസാ. ഇവിടുന്ന് കാണൂല, അവിടെ ദൂരമായിട്ട്. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയേക്കാം. അവിടെ സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചൂടാം. അവിടെ ഒരു മരം വീണ് നടക്കണം നോക്കാം. ആ ഒരു ഭാഗത്തുണ്ട് ഒരു വലിയ മരം താഴത്തേക്കായിട്ട് വീണ് നടക്കണം. എന്നാൽ പോവാ. വീട്ടിലെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇതിൻ്റെ മേൽഭാഗത്താണ്. പക്ഷേ ഇത് ഒരു ഒന്നൊന്നര സ്ഥലം കേട്ടോ. നമ്മളെ എല്ലമലയിലെ ഏകദേശം ചെകുത്താൻകുണ്ടിൻ്റെയൊക്കെ സെയിം ലുക്കിലാണ് ഈ ഒരു, അല്ലേ? സെയിം ചെകുത്താൻകുണ്ടിൻ്റെ ഏകദേശം സെയിം ഒരു ഷേപ്പിൽ കിടക്കുന്ന ഒരു കുണ്ട്. ഒരു അടിപൊളി വലിയ വാട്ടർഫാൾസ് ഒക്കെ ആയിട്ട് സൂപ്പർ സ്ഥലം. ഇത് 1.5
ഒന്നര ലൊക്കേഷൻ ആയിട്ടോ. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ നമ്മളെ? ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. നല്ല ആയം തോന്നുന്നു കണ്ടിട്ട്. അടിപൊളി വാട്ടർഫോൾ. അത്യാവശ്യം കണ്ടിട്ട് നല്ല ആയുണ്ട് തോന്നുന്നു. ഇവിടെ ചാട നല്ല പൂതിയുണ്ട്. നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഒന്ന് ചാടുന്നു. അപ്പോൾ സംഭവം ലൊക്കേഷൻ നമ്മൾ സെറ്റാക്കിട്ടോ. അപ്പോൾ ഞാൻ അടിപൊളി നല്ല ബീഫുണ്ട്. ബീഫ് നമ്മൾ നല്ല ട്രഡീഷണലായിട്ട് തന്നെ കല്ലിൻ്റെ മേലെ വെച്ച് ചുടാനുള്ള പ്ലാനാണ്. കെബീറ ഇവിടുത്തെ വെള്ളം എങ്ങനെയുണ്ട്? നല്ല തണുപ്പടാ. നമ്മളെ ബീഫ് കേട്ടോ നമുക്ക് വെന്തിട്ട ഇച്ചിരി പാടിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് കല്ലിലിട്ടാൽ പെട്ടെന്ന് മസാലയും വേവൊക്കെ പെട്ടെന്നായി ചതച്ചെടുക്കും. ചായച്ച കണ്ടോ അല്ലേ? സംഭവം വെച്ചാൽ മതി പെട്ടെന്ന് വെന്തോളും. ഇതൊക്കെ വേഗം വേഗം വേണ്ടിയിട്ട് നീ ഏതുകൊണ്ടാണ് അമ്മ അച്ഛൻ ഇറക്കി കൊടുക്കും. എടാ തീപ്പൊട്ടി ഉണ്ടോ? അവിടെ തീ നടക്കുന്നുണ്ടായിരുന്നു. ഇതെവിടുന്ന് സംഘടിപ്പിച്ചേ? സംഭവം പണി പാളിട്ടോ. ഞങ്ങളെല്ലാതും കൊണ്ടുവന്ന് തീപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. ഭാഗ്യത്തിന് കുറച്ച് താഴെ കണലുണ്ടായിരുന്നു, അതെടുത്ത് കൊണ്ടുവന്നു. ഇതിട്ട് കത്തിക്കാലോ. ഇവിടെ നമ്മളെ പോലെ ക്യാമ്പ് ചെയ്ത് ആരോ അതുപോലെ നമ്മളെ രക്ഷപ്പെടുത്തി. സംഭവം തീപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. ഞാൻ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് അപ്പളേ അമല് പറഞ്ഞത് എടുക്കാൻ. സംഭവം ഇത് റിയൽ ആട്ടോ. കാണുന്നവർക്ക് എത്രമാത്രം ഇത് റിയൽ ആയിട്ട് തോന്നുന്ന അറിയില്ല. സംഭവം പണി പാളിയതാ. സംഭവം തീ നല്ല അടിപൊളിയായി കത്തിട്ടോ. ഈ തീ കത്തി ഏകദേശം കാണാൻ പോകും. നമുക്ക് ഇറച്ചിക്കുള്ള മസാല സെറ്റാക്കാം. അവിടെ കത്തിയിട്ട് എന്തോ മഞ്ഞപ്പൊടി ഇതൊക്കെ അമലിൻ്റെ വീട്ടിലത്തെ സാധനങ്ങളാട്ടോ. നമ്മളൊന്നും ശരിക്കും പ്ലാൻ ചെയ്തൊന്നുമില്ല, പെട്ടെന്നുണ്ടായ പ്ലാനാണ്. മഞ്ഞൾപ്പൊടി
മുളക് പൊടി കുറച്ചിട്ടാണ് നമുക്ക്. നമ്മൾ മെയിനായിട്ട് കാന്താരി വേണമെന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ഉണക്ക കാന്താരി ഇട്ടിട്ടോ, അത് ചതച്ചിടണം, ശരിക്കും പൊടിച്ചിടണം. എന്നിട്ട് ഇടാം, അതൊക്കെ മതി കിട്ടും. കുറച്ച് മുളക് കിട്ടും എനിക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പില്ല, കുറച്ച് ഉപ്പിടി. ഗരം മസാല ഉണ്ടല്ലോ എവിടെ? അത് ഗരം മസാലയാണോ? ഒന്നൊന്ന് മണക്കി നോക്കും. ഗരം മസാല അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അത് മല്ലിപ്പൊടിയടാ. മല്ലിപ്പൊടിയാ? ഇന്ന് ഗരം മസാല അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ചെള്ളിന് ഇറങ്ങണോ? അത് വീട്ടിൽ നിന്ന് വലുതൊന്നുമില്ലല്ലോ. വയസ്സായതാണോ? അല്ല, കുറേ കാലമായി നടക്കാൻ. ഇതിന് മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികമാണ്. ഇത് മസാല പാടി വെച്ചിട്ട് കരിഞ്ഞു ഓവർ മസാല പാടില്ലല്ലേ? അങ്ങനെ കുക്ക് പറയുന്നു. നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് ശരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞപ്പൊടി ഉപ്പും അതാണ് കേട്ടോ. പിന്നെ കുരുമുളക് സംഭവം ഒന്നുമില്ല. കുറച്ച് കാന്താരി ഉണ്ട്, ഇച്ചിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, നാരങ്ങ, കാന്താരി, ഗരം മസാല ഉണ്ടോ, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടെ മിക്സാണ്. അതിലിട്ടും പോയിട്ടാണ് അതിട്ട് അയണ് കൂടില്ല. കുരുമുളകും ഉണ്ട്, പട്ട, ഗ്രാമ്പു, ഏലം വേണം. കുറച്ച് മതി. വേഗമൊക്കെ ഇല്ലൊക്കെ കുഴപ്പമില്ല. ഇത് കാന്താരി മുളകാണ്. വെറൈറ്റി എന്താ ഒരു എങ്ങനെയുണ്ട് ചാച്ചി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ, ചോദിച്ചു നോക്കാൻ മതി. കബീറിൻ്റെ അറബി കുക്കിംഗ് ബാർബിക്യൂ. നമുക്ക് പിന്നെ സാധനം വെന്തിട്ടാൽ മതി. ടേസ്റ്റ് എന്തായാലും നമ്മൾ തിന്നു. വിശപ്പ് അറിയാൻ വേണ്ടി ശരി എടുത്ത് വെക്ക്. അടുത്ത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്നാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൽ വെച്ചിട്ട് ഒരു ചാട്ടുണ്ട്. മുകളിലോട്ടൊക്കെ ഫോറസ്റ്റ് ആണ്. ഈ സമയത്ത് കാണു വരുന്നതാണ് അവർ പറയണത്. നമുക്ക് നോക്കുന്ന വരുവാണ്. ചൂടായാലും അടുപ്പ് ഏകദേശം നല്ല ചൂടായിട്ടോ. നമുക്ക് ഇത്തിരി എണ്ണ വെച്ചിട്ട് ബീഫ് കയറ്റാം. ആ ബീഫ് എടുത്തിട്ടോ. ഇല്ലടാ സൗണ്ട് കിട്ടിയില്ല. സൗണ്ടുണ്ട്. കൊള്ളൂലേ? ഇതിലെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടോ ഇപ്പൊ തന്നെ അത് എഡിറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഞാൻ നല്ല ഇറച്ചി അടുപ്പത്ത് വെച്ചേക്കന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടെന്ന് അറിയാം. ഇതിലൊരു 1 മണിക്കൂറുണ്ടാവും വയ്ക്കാറില്ലേ? ഒന്ന് വിചാരിച്ചു വയ്ക്കാണോ? വേണ്ടല്ലോ. മസാല ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുക്കും. നമ്മളെ ബീഫ് നല്ല അടിപൊളിയായിട്ട് കടന്ന് വേവുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1 മണിക്കൂറോളം ആവിക്കാരം നമുക്ക് വെന്തിട്ടാണ്. ബീഫല്ലേ, നമ്മൾ ബീഫോടെ സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ കുണ്ടിൽ ഒന്ന് ചാടാൻ വേണ്ടി പോകും. ഇങ്ങോട്ട് വാ, ഇവിടേക്ക് വാ, നീന്തി വാ. ഒഴിക്കുണ്ടോ?
നമ്മളിതിൻ്റെ മേലെന്ന് ഒരു ചാട്ടാട്ടോ. ക്യാമറ നമുക്ക് അടുപ്പിനോട് സെറ്റാക്കിയിട്ട് ഞാൻ ഒരു ചാട്ടം ചാടാൻ പോട്ടെ. നമ്മൾ ചാടാൻ പോകട്ടോ. കാണണ്ടോ? കണ്ട് അമ്മേ ഞാൻ എടുക്കൂല. ഷെബീർ മതി. ഇങ്ങോട്ട് വാ. ഓരവിടെ ഫുള്ള് വെള്ളത്തിലാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി വന്ന് സംഭവം ഒന്ന് മറിച്ചിട്ട് ഏകദേശം അടിപൊളിയായിട്ട് ചൂടാവുന്നുണ്ട് സാധനം. ജസ്റ്റ് വേവുണ്ടോന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ട് സാധനം. ഒരു ഭാഗം ഏകദേശം വന്ന് തുടങ്ങിട്ടോ. ഇതാണോ പീസ് നമ്മൾ കഴിച്ചു നോക്കും. ഒരു പീസ് കൊടുത്തിട്ട് കൊടുക്കാം. കഴിച്ചു നോക്കാം സാധനം ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ. കൈ തണുപ്പിലിരുന്ന് ഈ സാധനം കഴിക്കുമ്പോണ്ടല്ലോ ക്യാച്ച് ചെയ്തോട്ടോ. ഇല്ലേ ഏകദേശം അടിപൊളിയിട്ട് സെറ്റായി സംഭവം. വെന്ത് വരുന്നുണ്ട്. ആ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. നമ്മൾ ഏകദേശം കഴിച്ചു തുടങ്ങിട്ടോ. സംഭവം ചെറിയ ബീഫ് സ്റ്റീക്ക് വെന്ത പീസുകളൊക്കെ തിന്ന് തീർന്നിപ്പോൾ വലിയ പീസ് മാത്രമേ ഉള്ളൂ. അതിന് വേവാവണ ഭാഗം മൊത്തം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ്. എങ്ങനെ ഉണ്ടാ? ടേസ്റ്റ് ഉണ്ട്. നല്ലതാണ്. സൂപ്പറായില്ലേ? അടിപൊളി. കൂടുതൽ മസാല ഒന്നും ഇട്ടില്ല. നിങ്ങൾ വീട്ടിലുണ്ടാകണം ബീഫിൻ്റെ വെറൈറ്റി ടേസ്റ്റ്. അത് 100% നമ്മൾ പെരയിലുണ്ടാക്കണതും ഒരുപാട് മാറ്റം ഉണ്ടാവും. ടേസ്റ്റ് അടിപൊളിയില്ല മുതലല്ലേ സാധനം. നമുക്ക് ബീഫിനെ ശരിക്കും റിയൽ ആയിട്ടുള്ള രുചി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടും. കല്ലിലല്ലേ. അമ്മയിലെന്താ കഴിക്കാത്തതെന്ന് വെച്ചാൽ അമ്മയിൽ നോമ്പാണ്. അതെ അതെ 41. ആ ഒരു തീരില്ലേ? നമ്മൾ നാളെ ആണെങ്കിൽ അമ്മേന് കൂടായിരുന്നു. ഇത് ഓറഞ്ച് എടുക്കുന്നു. കോട്ടി കൂടെ ഉണ്ടോ? ഓറഞ്ച് ഞങ്ങളെ കൂടെ ഞങ്ങൾ ബീഫ് കഴിക്കുമ്പോൾ ഓറഞ്ച് കഴിക്കാം. കോതി കൂടെ ഉണ്ടാണ്. തുറന്നൂടെ ഇത് വേവാവണ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. അമ്മല്ലേ നമുക്ക് ഉപ്പുമ്പോ കിട്ടിയോ? നിർത്തുക. ലെമണിൽ മുക്കിയ എന്തിനു മാർക്ക് പറഞ്ഞിട്ടുണ്ടോ അവരോട്? അവര് പൈസ വരുവിട്ട് ചൂട് കഴിഞ്ഞാൽ പുറത്താക്കും. ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴല്ലേ 3 പഠിപ്പിച്ചാളാണ് എൻ്റെ കൂടെ ഇപ്പം. ഞങ്ങൾ അനന്തപ്രസ് പഠിപ്പിച്ചില്ല. ഞാൻ കൊണ്ട് പഠിപ്പിച്ചു.
ആ മസാല മുക്കിനെ വീട്ടിലുണ്ടായില്ല, നട്ടിട്ടുണ്ട്. സംഭവം അങ്ങനെ ആ ബീഫ് മൊത്തം ഞങ്ങൾ തീർത്തിട്ടോ. ഇനി അവസാനമായിട്ട് ഒരു 3 പീസ് ഉണ്ട്. നമ്മൾ പിടിച്ചാൽ ഞങ്ങൾ അതുമാടെ തീർക്കണ്ട. ഞങ്ങൾ അതും കൂടി ഒന്ന് തീർക്കണം. ഇന്നത്തെ ജേണി കംപ്ലീറ്റ് ആയി. വേഗം വേഗം നേരം ഇരുട്ടായി തുടങ്ങി കേട്ടോ. എടുത്തോ. അവസാനത്തെ അവസാനത്തെ പീസ് ഞങ്ങൾ അകത്താക്കി. ക്യാമറ എക്സ്പീരിയൻസ് അത്രയും വലിയ സ്കൂളിലെ എല്ലാ ഫോട്ടോയും ഞാൻ ഒറ്റയ്ക്ക് എടുത്തോണ്ടിരുന്നത്. എങ്ങനെയായിരുന്നു? അടിപൊളി 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 ട്രിപ്പായിരുന്നു. ഞങ്ങൾ 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. കുറേ കാലത്തിന് ശേഷം, ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുന്നതും ഒരു ട്രിപ്പ് വരുന്നതും ഇങ്ങനെ ഭക്ഷണം ഉണ്ടായി കഴിക്കുന്നതൊക്കെ. സംഭവം അടിപൊളിയായി. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിമാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ബീഫൊക്കെ കഴിച്ച് ഉഷാറായി. സംഭവം അടിപൊളി കേട്ടോ. ശരി, ജോൺസൺ അല്ല അമലെ എന്തോ നമ്മളെ ജോൺസണിൽ വരാൻ പറ്റില്ല. ജോൺസന്റെ വീട് ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, നമുക്ക് വരാൻ പറ്റില്ല. അമല എന്താ പറയലേ? അതേ പറയാനുള്ളൂ. ഏകദേശം ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് 2 ഭാഗം കണ്ടില്ലേ, ഫുള്ള് ഫോറസ്റ്റ് ആണ്. ആന ഇറങ്ങുന്ന സ്ഥലം കൊണ്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതേപോലത്തെ സ്ഥലത്തേക്ക് നമ്മളെ ഫ്രണ്ട്സ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇതേപോലെ കുറേ വീഡിയോസൊക്കെ ചെയ്യണം. അപ്പം കോൺടാക്ട് ചെയ്താൽ ഞാൻ വന്ന് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഇതേപോലത്തെ നല്ലൊരു വീഡിയോ വെച്ച് നമുക്ക് വേറെ ഒരു ദിവസം കാണാം.